എല്ലാവർക്കും PK ലിനിക്സിന്റെ മലയാളം വൊക്കാബുലറി സീരീസിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കുന്നത് പര്യായ പദത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ അരയന്നത്തിന്റെ പര്യായങ്ങളാണ് പറഞ്ഞത്. വീഡിയോ കാണാത്തവര് തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ പോയി വീഡിയോ കാണുക. ദേവി പക്ഷി, ഈശ്വരൻ കാക്ക എന്നൊക്കെയും അറിയപ്പെടുന്ന പ്രണയ കാവ്യ ഭാവനകളിൽ ചകോരം എന്നും വിളിക്കുന്ന നമ്മുടെ നാട്ടിൽ ധാരാളം കാണുന്ന ചെമ്പോത്ത് അഥവാ ഉപ്പന്റെ പര്യായ പദങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ചെമ്പോത്ത് എന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയായി ഈ പക്ഷിക്ക് പറയുന്ന പേരാണ് അല്ലെ. അപ്പം അതുകൂടാതെ വരുന്ന വേറെ പദങ്ങളാണ് ചകോരം, ഭരദ്വാജം, ജീവാജീവം, ചന്ദ്രികാപായി തുടങ്ങിയവ. പുരാണ ഇതിഹാസങ്ങളിൽ ഈ പക്ഷിയെ ചകോരം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് കാരണം ഈ പക്ഷിക്ക് ചന്ദ്രനുമായി അഗാധ പ്രണയമുണ്ട് എന്ന് ഒരു സങ്കല്പം ഉള്ളതുകൊണ്ടാണ്. ഇതിന്റെ അടുത്ത പര്യായമാണ് ചെമ്പോത്ത്. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതിയിൽ പ്രമുഖ പക്ഷി നിരീക്ഷകനും എഴുത്തുകാരനുമായ ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന KK നീലകണ്ഠൻ പറയുന്നത് ഇതിന് പോത്തിന്റെ നിറമുള്ള ദേഹവും ചെമ്പ് പോലുള്ള ചിറകുകൾ ഉള്ളതിനാലുമാണ് ഇതിനെ ചെമ്പോത്ത് എന്ന് വിളിക്കുന്നതെന്നാണ്. അടുത്ത പര്യായമാണ് ഭരദ്വാജം. പുരാണങ്ങളിൽ ഇതിനെ ഭരദ്വാജ മുനിയാൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഭരദ്വാജം എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ജീവാജീവം. ഇതിനെ ജീവാജീവം എന്ന് വിളിക്കാൻ കാരണം മനുസ്മൃതിയിൽ ഈ പക്ഷിക്ക് ജീവജീവക എന്നൊരു പരാമർശമുണ്ട്. ചകോരത്തെയാണ് ഇങ്ങനെ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ആയുർവേദ ഗ്രന്ഥമായ ഗുരുമുഖിയിലും ഇത്തരം പക്ഷിയെ ജീവജീവക എന്നും പരാമർശിക്കുന്നുണ്ട്. ഇതാണ് പിന്നീട് മലയാളത്തിൽ ജീവാജീവം എന്ന് പറയുന്നത്. ഉപ്പന്റെ അടുത്ത പര്യായമാണ് ചന്ദ്രികാപായി. ഈ പക്ഷി ചന്ദ്രനെ പ്രേമിക്കുകയും നിലാവിനെ ഭക്ഷിക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ പക്ഷിയെ ചന്ദ്രികാപായി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പക്ഷിയെ കൗമുദി ജീവനൻ എന്നുകൂടെ അറിയപ്പെടാറുണ്ട്.